നമസ്കാരം. ഇന്ന് നമ്മൾ സ്കോഡ കൈലാഗിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് വിശദമായി നോക്കിയാലോ? സബ് 4 മീറ്റർ SUV മാർക്കറ്റിൽ ഇതൊരു പ്രധാന എൻട്രിയാണല്ലോ സ്കോഡയുടെ. അതെ, ശരിക്കും മത്സരം കൂടുതലുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഈ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന കാര്യങ്ങൾ? എവിടെയാണിത് ശരിക്കും ശ്രദ്ധ നേടുന്നത്? നമുക്ക് നോക്കാം. തീർച്ചയായും. ഈ നോട്ടുകൾ അനുസരിച്ച് ഡിസൈൻ, പിന്നെ അകത്തെ സൗകര്യങ്ങൾ, എഞ്ചിൻ, ഡ്രൈവിംഗ്, സുരക്ഷ, വില എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ. സ്കോഡ ഇതിൽ എന്താണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ഇതിൽ നിന്നൊരു ഐഡിയ കിട്ടും. അതെ. അപ്പോൾ ആദ്യം നമുക്ക് ഈ പുറം കാഴ്ചയിൽ നിന്ന് തുടങ്ങാം അല്ലേ? സ്കോഡയുടെ ആ പുതിയ ഡിസൈൻ ഭാഷ്യം ഇതിൽ കാണാം. ആ ഗ്രില്ലൊക്കെ നമുക്ക് പരിചിതമാണ്. അതേ ഗ്രിൽ തന്നെ. പക്ഷേ ലൈറ്റുകൾ, അതായത് ആ ഡ്യുവൽ ഹെഡ്ലാമ്പ് സെറ്റപ്പ്, അതൊരു പുതിയ സ്റ്റൈലാണ്. മുകളിൽ DRL, താഴെ പ്രധാന ലൈറ്റ്. അതെ, എല്ലാ വേരിയന്റിലും LED ഹെഡ്ലാമ്പ് വരുന്നുണ്ട് എന്നതും അതൊരു നല്ല കാര്യമാണ്. ശരിയാണ്. പിന്നെ വശങ്ങളിലേക്ക് നോക്കിയാൽ കുഷാക്കുമായിട്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കുറച്ചുകൂടി ഒരു വളവുകളുള്ള പോലെ. ഒരു ചെറിയ വ്യത്യാസം ഫീൽ ചെയ്യും. പിന്നില് ആ LED ടെയിൽ ലാമ്പുകളും പിന്നെ സ്കോഡ എന്നെഴുതിയ ആ കറുത്ത പാനലും. നിങ്ങൾ തന്ന നോട്ടില് ആ ഒലിവ് ഗോൾഡ് നിറത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. വെളിച്ചത്ത് കാണാൻ നല്ല ഭംഗിയാണെന്ന്. ഓ അതെ, ആ നിറം ഫോട്ടോയിലൊക്കെ കണ്ടിരുന്നു. നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ 17 ഇഞ്ച് അലോയ് വീലുകള്, റൂഫ് റെയിലുകളും. റൂഫ് റെയിലുകൾ വെറും ഭംഗിക്കാണല്ലേ, ഫംഗ്ഷണൽ അല്ല. അല്ല, ഫംഗ്ഷണൽ അല്ല, കാണാനൊരു ഭംഗി. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് MQB A0iN പ്ലാറ്റ്ഫോമിലാണല്ലോ. കുഷാക് ടൈഗുനൊക്കെ വന്ന അതേ പ്ലാറ്റ്ഫോം. അതെ, അപ്പോൾ ആ ബിൽഡ് ക്വാളിറ്റിയും ഹാൻഡ്ലിംഗും ഒക്കെ പ്രതീക്ഷിക്കാം. ഉറപ്പായും. വലുപ്പത്തിന്റെ കാര്യത്തില് ആ ടാക്സ് ബെനിഫിറ്റിനു വേണ്ടി 4 മീറ്ററിൽ താഴെ നിർത്തി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, കുഷാക്കിനേക്കാൾ വീതിയും ഉയരവും കുറച്ചുകൂടി കൂടുതലുണ്ട് ഇതിന്. അത് ശരിയാണ്. വീൽ ബേസ് കുറവാണെങ്കിലും വീതിയും ഉയരവും ഒരു പൊടിക്ക് കൂടുതൽ. ഗ്രൗണ്ട് ക്ലിയറൻസ് 189 mm. അത് നമ്മുടെ റോഡുകൾക്ക് നല്ലതാ. അടി തട്ടുന്നത് കുറയും. ഇനി അകത്തേക്ക് വന്നാലോ, ഇന്റീരിയർ ലേഔട്ട് ശരിക്കും കുഷാക്കിനോട് സാമ്യമുണ്ട്. ഉണ്ടല്ലേ? പക്ഷേ ചില മാറ്റങ്ങൾ കാണാം. ആ AC വെന്റുകളുടെ ഷേപ്പ് മാറിയിട്ടുണ്ട്. ഒക്ടഗണൽ ഷേപ്പാണ്. ഡാഷ്ബോർഡിന്റെ മുകൾ ഭാഗത്തും ചെറിയ മാറ്റങ്ങളുണ്ട്. ഉയർന്ന വേരിയന്റുകളിൽ ഒരു ഒലീവ് ഗ്രീൻ ഇൻസേർട്ട് വരുന്നുണ്ടെന്ന് കണ്ടു. റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് ആണെന്നും പറയുന്നു. അതെ, അതൊരു പുതിയ ട്രെൻഡാണല്ലോ ടോപ്പ് വേരിയന്റുകളിലാണത്. പിന്നെ ആ 10 ഇഞ്ച് ടച്ച് സ്ക്രീൻ, അതിന് പുതിയൊരു UI ആണെന്ന് പറയുന്നു. വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെയുണ്ട്. റെസ്പോൺസീവ് ആണെന്ന് നോട്ടിലുണ്ട്. ടോപ്പ് വേരിയന്റിൽ 8 ഇഞ്ച് ഡിജിറ്റൽ ക്ലസ്റ്ററും കിട്ടും. സ്റ്റിയറിംഗ് വീല് ടൂ ടോഡല്ലേ, സാധാരണ സ്കോഡയിൽ കാണുന്ന പോലെ. അതെ, സ്റ്റാൻഡേർഡ് ആണ്. റീച്ചും റേക്കും അഡ്ജസ്റ്റ് ചെയ്യാം. ഉള്ളിലെ മെറ്റീരിയൽസ് എങ്ങനെയുണ്ട്? കൂടുതലും ഹാർഡ് പ്ലാസ്റ്റിക് ആണോ? ആണ്, കൂടുതലും ഹാർഡ് പ്ലാസ്റ്റിക് തന്നെ. പക്ഷേ ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യും, ഉറപ്പുള്ളതായി തോന്നും. ആ വിലക്ക് ഓക്കെ ആണെന്നാണ് പറയുന്നത്. സീറ്റുകളോ സുഖമാണോ? സീറ്റുകൾക്ക് നല്ല സപ്പോർട്ടുണ്ട്. ടോപ്പ് വേരിയന്റിൽ വെന്റിലേറ്റഡ് മുൻ സീറ്റുകൾ, പിന്നെ ഡ്രൈവർക്ക് പവർ അഡ്ജസ്റ്റ്മെന്റും, അതൊക്കെ നല്ല ഫീച്ചറാണ്. പിൻ സീറ്റിലോ സ്പേസ് എങ്ങനെയുണ്ട്? പിന്നിൽ 2 പേർക്ക് സുഖമായിരിക്കാം. മൂന്നാമതൊരാൾക്ക് കുറച്ച് ഞെരുങ്ങും. പിന്നെ റിക്ലൈൻ ആംഗിൾ കുറച്ച് സ്ട്രെയിറ്റ് ആണ്. ഓക്കെ. പക്ഷേ പിന്നിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, AC വെന്റ്, ടൈപ്പ് സി പോർട്സ്, ആംറെസ്റ്റ് ഒക്കെയുണ്ട്. ബൂട്ട് സ്പേസ് 360 ലിറ്റർ, ട്രേയുടെ താഴെ വരെ. സീറ്റ് മടക്കിയാൽ കൂടും. അതെ, 445 ലിറ്റർ വരെ കിട്ടും. റൂഫ് വരെ നോക്കിയാൽ 60-40 സ്പ്ലിറ്റ് സീറ്റുകളാണ്. ഇനി ഓണിക്ക എങ്ങനെയുണ്ടെന്ന് നോക്കാം. എഞ്ചിൻ 1.0 ലിറ്റർ ടർബോ പെട്രോൾ ആണല്ലോ. അതെ, 3 സിലിണ്ടർ, 115 bhp പവറും 178 Nm ടോർക്കും. ഗിയർ ബോക്സ് 6 സ്പീഡ് മാനുവലും പിന്നെ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കും. DSG അല്ല, ടോർക്ക് കൺവേർട്ടറാണ്. പ്രകടനം ശരിക്കും നല്ല റെസ്പോൺസീവ് ആണെന്നാണ് പറയുന്നത്. ഹൈവേയിലൊക്കെ നല്ല കോൺഫിഡൻസ് കിട്ടും. ഹാൻഡ്ലിങ്ങോ സ്കോഡയുടെ ഒരു പ്ലസ് പോയിന്റ് ആണല്ലോ അത്. തീർച്ചയായും. നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്, ബോഡി റോൾ കുറവാണ്. വളവുകളിലൊക്കെ ഓടിക്കാൻ രസമുള്ളൊരു കോമ്പാക്ട് SUV ആയിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കൊള്ളാം. ഇനി വേരിയന്റുകളുടെ കാര്യം. ആ ബേസ് വേരിയന്റ് ക്ലാസിക്, അതിന് നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് കേട്ടല്ലോ. എന്താ കാരണം? കാരണം ആ ഒരു വിലയ്ക്ക് സ്കോഡയുടെ ബിൽഡ് ക്വാളിറ്റി, പിന്നെ സുരക്ഷ, അതായത് 6 എയർ ബാഗുകൾ എല്ലാ വേരിയന്റിലും സ്റ്റാൻഡേർഡ് ആണ്. അത് വലിയ കാര്യമാണ്. പിന്നെ ESC, ഐസോഫിക്സ് ഒക്കെയുണ്ട്. നല്ല റൈഡ് ക്വാളിറ്റിയും. അപ്പോൾ ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആ ബേസ് മോഡലിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ചില ഫീച്ചറുകളില്ല അല്ലേ? DRL, ഓഡിയോ സിസ്റ്റം, സ്റ്റിയറിംഗിൽ ലെതർ റാപ്പ്, അതൊക്കെ ഉണ്ടാവില്ല. പക്ഷേ ഒരു പഞ്ചോ മാഗ്നേറ്റോ ഒക്കെ നോക്കുന്നവർക്ക് കുറച്ചുകൂടി ബിൽഡും സേഫ്റ്റിയും വേണമെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനായിരിക്കും ആ വിലയ്ക്ക്. ശരിയാണ്. ഉയർന്ന വേരിയന്റുകളിലേക്ക് പോയാൽ വെന്റിലേറ്റഡ് സീറ്റ്, സൺറൂഫ്, ഡിജിറ്റൽ ക്ലസ്റ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ലെതറഡ് സീറ്റൊക്കെ. പക്ഷേ ചില പുതിയ ഫീച്ചറുകൾ മിസ്സിംഗ് ആണ്. 360 ക്യാമറ, പാനോറമിക് സൺറൂഫ്, പിൻ ഡിസ്ക് ബ്രേക്ക്, ADS, ഇതൊന്നും ടോപ്പ് എൻഡിൽ പോലും ഇല്ല. അവിടെ സ്കോഡ ഒരുപക്ഷെ കോസ്റ്റ് കൺട്രോൾ ചെയ്തതാവാം, അല്ലെങ്കിൽ ഫീച്ചറുകളേക്കാൾ കോർ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുത്തതാവാം. അതെ, പക്ഷേ സുരക്ഷയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത് അതൊരു വലിയ ഹൈലൈറ്റ് ആണ്. തീർച്ചയായും. ഈ സെഗ്മെന്റിൽ 5 സ്റ്റാർ കിട്ടുന്നത് വലിയ കാര്യമാണ്. ആ സ്കോഡയുടെ ഒരു ഡോർ തുറക്കുമ്പോഴുള്ള തഡ് സൗണ്ട്, ആ ബിൽഡ് ക്വാളിറ്റി ഫീൽ,
അത് ബേസ് വേരിയന്റിൽ പോലും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും സ്കോഡ ബ്രാൻഡിലേക്ക് കുറഞ്ഞ വിലയിൽ വരാനുള്ളൊരു വഴിയാണ് കൈലാക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ മാർക്കറ്റ് സെഗ്മെന്റുകളിൽ ഒന്നിലാണിത് മത്സരിക്കുന്നത്, ഈ കോമ്പാക്ട് SUV. അതെ, ഏകദേശം 60% വരും പാസഞ്ചർ വെഹിക്കിൾ മാർക്കറ്റിന്റെ. അപ്പോൾ കുഷാക്കിന്റെ ഒരു 90% എക്സ്പീരിയൻസ് ഒരു 75% വിലയിൽ കൊടുക്കാനാണ് ശ്രമമെന്ന് തോന്നുന്നു. വില ലോഞ്ച് സമയത്ത് 7.89 ലക്ഷം മുതൽ 14.40 ലക്ഷം വരെയായിരുന്നു എക്സ് ഷോറൂം. അതെ, ആമുഖവില. പേരിനെക്കുറിച്ചൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറഞ്ഞല്ലോ. ഈ നോട്ടിൽ കണ്ടതാണ്. കൈലാക് എന്ന പേര് സംസ്കൃതത്തിലെ ക്യാഷ് എന്ന വാക്കിൽ നിന്നാണത്രേ. ക്രിസ്റ്റൽ എന്നാണ് അർത്ഥം. ഓഹോ, കൊള്ളാം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ സ്കോഡയുടെ ആ പ്രധാന ശക്തികൾ, ബിൽഡ് ക്വാളിറ്റി, 5 സ്റ്റാർ സുരക്ഷ, നല്ല ഡ്രൈവിംഗ്, ഇതൊക്കെ ഈ ചെറിയ പാക്കേജിൽ കുറഞ്ഞ വിലയിൽ കൈലാക് ഓഫർ ചെയ്യുന്നു. അതെ, പ്രത്യേകിച്ച് ആ ബേസ് വേരിയന്റ് വിലയും കിട്ടുന്ന ക്വാളിറ്റിയും വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഡീലാണ്. ശരിയാണ്. ഈ സെഗ്മെന്റിൽ തീർച്ചയായും ഒരു ശക്തമായ മത്സരാർത്ഥിയാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഏറ്റവും പുതിയ ഗാഡ്ജറ്റുകളും ഫീച്ചറുകളും നോക്കുന്നവർക്ക് ചിലപ്പോൾ ചില കുറവുകൾ തോന്നിയേക്കാം. അതായത് അടിസ്ഥാന കാര്യങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ. അതെ. അപ്പോ നിങ്ങൾക്ക് ചിന്തിക്കാനൊരു കാര്യമിതാ. ഈ 5 സ്റ്റാർ സുരക്ഷയും സ്കോഡയുടെ ഈ ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ കാരണം ഈ സബ് 4 മീറ്റർ സെഗ്മെന്റിലെ മൊത്തത്തിലുള്ള ഉപഭോക്തൃ പ്രതീക്ഷകളെ, അതായത് സുരക്ഷയുടെയും ബിൽഡിന്റെയും കാര്യത്തിലുള്ള പ്രതീക്ഷകളെ കൈലാക് എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.